ചില സ്ഥലങ്ങളിൽ പോകാൻ നമുക്കൊരു പ്രത്യേക താല്പര്യം ഉണ്ടാവില്ലേ? അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് പോകുന്നത്. അവർ നമ്മളോട് കാണിക്കുന്ന സ്നേഹവും പരിഗണനയും നമുക്ക് അവരോടുള്ള സ്നേഹമൊക്കെയാണ് അതിന്റെ കാരണങ്ങൾ. അപ്പോൾ ഈ മഴയത്ത് ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് അശ്വന്തിന്റെ മോളുടെ 1ാം ബർത്ത്ഡേക്കാണ്. അപ്പോൾ ഇതാണ് അശ്വന്തിന്റെ വൈഫും മോളും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പവും വൈഫും ആണ്. ഇവരൊക്കെ നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവരും നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നവരും വിമർശിക്കുന്നവരും ഒക്കെയാണ്. ബ്ലാക്ക് ഷർട്ട് ഇട്ടതാണ് അശ്വന്ത്. അമ്മയും അച്ഛനും ഒക്കെ നേരത്തെ എത്തിയിട്ടുണ്ട്. ഇത് ശ്രീകലേച്ചി. ഇവരൊക്കെ എന്താ പറയാ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റേജ് ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ. ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വൈകുന്നേരമായിരുന്നു പരിപാടി. ശ്രീ, ഷിംനീച്ചി, ജൂലീച്ചി, പിള്ളേര് ഇവരൊക്കെ നമ്മളോട് വീഡിയോസിന്റെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്യാമറ പഠിക്കാനാണോ വീഡിയോ എടുക്കാനാണോ എന്നറിയില്ല. വസു ക്യാമറാമാന്റെ പുറകെ തന്നെയായിരുന്നു. എൻ്റെ അടുത്ത പ്രിയപ്പെട്ട ആളെത്തിയിട്ടുണ്ട്, റസീനേച്ചി. അപ്പോൾ കുറേ നേരം ഇരുന്ന് എല്ലാവരോടും സംസാരിച്ച്. ഇവരൊക്കെ എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് പേരാണ്. പരിപാടി തുടങ്ങിയിട്ടുണ്ട്. വലിയ ഒച്ചപ്പാടുകളും അലമ്പുകളും ഒന്നും ഇല്ലാണ്ട് ലച്ചുമോള് കേക്ക് മുറിക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്തു. ഇനി പിന്നെ അവരുടെ ഫാമിലി ആയിട്ടുള്ള കേക്ക് കട്ടിങ്ങും ഫോട്ടോസ് എടുപ്പും ഒക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇന്ന പരിപാടികളിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ. അപ്പോൾ ലച്ചുമോൾക്ക് 1000 പിറന്നാൾ ആശംസകൾ. ഇതൊക്കെ എൻ്റെ നെയ്ബേഴ്സാണ്. അപ്പോൾ അപ്പവും ചിപ്പും ഇവരൊക്കെ കയറി ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് വീഡിയോയിലുള്ളത്. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾക്ക് വേഗം ഇങ്ങോട്ടേക്ക് പോരേണ്ടത് കൊണ്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ ഞാനും ലാലോട്ടനും പിള്ളേരും ആദ്യം തന്നെ ഇരുന്ന് ഫുഡ് കഴിച്ച്. വീഡിയോസൊക്കെ എടുത്തു തരുന്നത് എൻ്റെ ചിപ്പിക്കുട്ടിയാണ്. അപ്പോൾ എൻ്റെ എന്ത് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലും അതിനെ നല്ലതാണെങ്കിലും നല്ലതെന്ന് പറയുകയാണെങ്കിലും മോശമാണെങ്കിൽ മോശമാണെന്ന് പറയാനും ചിപ്പി മുന്നിലുണ്ടാവും. അപ്പോൾ അച്ഛനും ബാക്കിയുള്ളവരൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ മേലെ പോയി പരിപാടിയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഷർട്ടൊക്കെ ഊരാന്നും പറഞ്ഞ് ബസ്സു അതൊക്കെ ഊരി വെച്ചിട്ടുണ്ട്. എല്ലാവരോടും യാത്ര പറഞ്ഞ് അഭിനയമാണ് എന്ന് തോന്നിക്കാത്ത രീതിയിൽ ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു.